സീരിയസ് കാര്യത്തിലേക്ക് പോകാം. എവിക്ഷൻ. അങ്ങനെ രണ്ടാമത്തെ എവിക്ഷനാണ് നടക്കാൻ പോകുന്നത്. ഈ നിൽക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് അഭിഷേകിനാണ്. ഇന്ന് സേവ് ആയാൽ മാത്രമേ അഭിഷേകിന് ടിക്കറ്റ് ഫിനാലെ ഉപകാരമാകൂ. വോട്ടിംഗിൽ ഏറ്റവും പിന്നിലുള്ളത് നോറയും സായിയും ഋഷിയുമാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബിഗ് ബോസ് പറയും. ഓരോ മത്സരാർത്ഥികൾക്കും ഓരോ കളർ പൂവ് കൊടുത്തിട്ടുണ്ട്. ആ പൂവിന്റെ അതേ നിറത്തിലുള്ള പോഡിയത്തിനടുത്ത് ചെന്ന് നിൽക്കാൻ ബിഗ് ബോസ് പറയും. പച്ച നിറമുള്ള സാഷ് ലഭിക്കുന്നവർ സേവ്ഡ് ആയിരിക്കും. ആ പോഡിയത്തിലുള്ള ബോക്സ് തുറക്കുമ്പോൾ പച്ച നിറമുള്ള സാഷ് ആണ് ലഭിക്കുന്നതെങ്കിൽ മത്സരാർത്ഥി സേഫ് ആണ്. ചുവന്ന നിറമാണെങ്കിൽ അവർ പുറത്താകും. ശ്രീതുവിനും അഭിഷേകിനും സായിക്കും പച്ചയാണ് കിട്ടിയത്. ലാസ്റ്റ് 3 പേരുള്ളതിൽ ജാസ്മിനും പച്ച കിട്ടി സേഫായി. അവസാനം വന്ന ഋഷിയും നോറയും പെട്ടി തുറക്കുമ്പോൾ ഋഷി സേഫ് ആവുകയും നോറയ്ക്ക് ചുവന്ന സാക്ഷി കിട്ടി പുറത്താവുകയും ചെയ്യും. അതിനുശേഷം മത്സരാർത്ഥികളോട് എല്ലാവരോടും വിട പറഞ്ഞ് നോറ മോഹൻലാലിന്റെ അടുത്തെത്തും. ഒരവസരം കൂടി തന്നാൽ നന്നായി കളിക്കുമോ എന്ന് മോഹൻലാൽ ചോദിച്ചിട്ട് നോറയെ സീക്രട്ട് റൂമിലേക്ക് വിടും. നോറ പോയത് നന്നായി എന്നൊക്കെ പറഞ്ഞ് നോറയ്ക്കെതിരെ മോശമായിട്ട് ആരെങ്കിലും ഹൗസിലിരുന്ന് പറയുകയാണെങ്കിൽ നോറ അത് സീക്രട്ട് റൂമിലിരുന്ന് കാണും. ഗെയിം തീരാൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ നോറയെ സീക്രട്ട് റൂമിൽ ഇരുത്തിയിട്ട് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇനി എന്തേലുമൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടാൽ തന്നെ എല്ലാ ഗെയിമും അവസാനിച്ചു കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ സായി നോക്കി വെച്ച മണി ബാഗ് എടുത്തോണ്ട് ഈ ആഴ്ച തന്നെ പുറത്തു പോകാം.